നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സിൽവർ ലൈനു വേണ്ടി ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നവരിൽ വലിയൊരു വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ്. മണ്ണും കിടപ്പാടവും വിട്ടു നൽകുന്നതിൽ എതിർപ്പുള്ളവർ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികവുമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം കൂടി സംരക്ഷിക്കുക എന്നത് ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. സിൽവർ ലൈൻ അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരായ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലുമുണ്ടായി. അവിടെയെല്ലാം സംയമന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രതിഷേധക്കാരെ കൂടി പരിഗണിച്ച് അവരെ കൂടി ബോധ്യപ്പെടുത്തി വേണം പദ്ധതികൾ നടപ്പാക്കാൻ. എന്നാൽ ഇന്ന് കോട്ടയം മാടപ്പള്ളിയിൽ നടന്ന പ്രതിഷേധങ്ങളോട് അത്തരത്തിലായിരുന്നില്ല പോലീസ് പ്രതികരിച്ചത്. വീട്ടമ്മമാരടക്കം സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തോടാണ് പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തിയത്. പ്രതിഷേധങ്ങളെ നേരിടേണ്ടത് ഇങ്ങനെയോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. മഞ്ചേരിയിൽ നിന്നുള്ള മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. മുഹമ്മദ്, ഇന്ന് നടന്ന പ്രതിഷേധവും അതിനെ പോലീസ് നേരിട്ടതും താങ്കൾ കണ്ടു കാണുമല്ലോ. ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ ഭരണകൂടം പ്രതിഷേധങ്ങളെ നേരിടേണ്ടത്? ജനാധിപത്യ ഭരണം പ്രതിഷേധങ്ങളെ നേരിടേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഒന്ന് പറയാം, ഇതിന് മുമ്പ് കഴിഞ്ഞ സമരത്തിലൊരു സമരം ഉണ്ടായിരുന്നു. അത് ഗെയിൽ പൈപ്പിന്. ഇതേപോലെ സമരം തന്നെയാണ് അന്നുണ്ടായിട്ടുള്ളത്. അത് ഗെയിൽ പൈപ്പ് ഇവിടെ നടപ്പാക്കി. അപ്പൊ ഒരു കൂട്ടർക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റൊരു കൂട്ടർ ചെയ്യുമ്പോൾ അപ്പൊ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും മറിച്ചൊക്കെ ഉണ്ടായാലും സർവ്വസാധാരണയാണ്. ഇപ്പൊ നിങ്ങളവിടെ പറയുന്നുണ്ട്, ഒരു കുട്ടി ഞാൻ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ കുട്ടി അവിടെ, ഈ കുട്ടിനൊക്കെ സമരത്തിന്റെ ഉള്ളിൽ കൊണ്ട് അവിടെ വെടിയപ്പൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ആ കുട്ടിയുടെ അമ്മ ചോദിച്ചത്, ഞങ്ങളുടെ കിടപ്പാടമടക്കം നഷ്ടപ്പെടുകയാണ്, ഞങ്ങൾ പിന്നെ ഈ കുട്ടിയുമായി എവിടെ പോകണം എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതും കാര്യമാണ്. കുട്ടിഞ്ഞേറ്റ് എവിടെ പോയാൽ കിടപ്പാടം നഷ്ടപ്പെടണം. അതിനിവിടെ സംവിധാനങ്ങൾ ഇപ്പൊ അവരെ വിളിച്ചിട്ടുണ്ടല്ലോ ഉള്ളിക്ക് 3 ആളെ. അവരൊക്കെ നോക്കൂലേ? വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അവർക്ക് അത്തരത്തിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടാൽ എന്താണ് പകരം പരിഹാരമെന്ന് കൃത്യമായ ഒരു ഉറപ്പ് നൽകിയാൽ ജനങ്ങൾ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാവില്ലേ? അത് ആ സ്ത്രീ പറഞ്ഞമാതിരി ഈ കള്ളൻ എന്ന് പറഞ്ഞല്ലോ ഒരാള്, കള്ളന്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞു. അയാൾക്കതറിയും. ഈ ഭരണകൂടത്തിനും അത് അറിയാതെ ഒന്നും ചെയ്യില്ലോ. സാറൊന്ന് മനസ്സിലാക്കണ്ടേ? ഭരണകൂടം ഇവരെ ആകെ തുമ്പില്ലാതാക്കൂല്ലോ. ശരി, എന്തായാലും അത്ര ഒരു വിശ്വാസമില്ലാത്ത ജനങ്ങളുമുണ്ട്. അവരാണ് കടുത്ത പ്രതിഷേധത്തിന് ഉയർത്തുന്നത്. മറ്റു പ്രേക്ഷകരുണ്ട്. പുനലൂരിൽ നിന്നും തമ്പിയാണ്. തമ്പി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? സാർ, ഞാനിപ്പോ ഈ മഞ്ചേരി എന്നുള്ളൊരു സഹോദരൻ പറയുന്നത് കേട്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ജനിച്ചു വളർന്ന് മരിക്കാനെ കൊണ്ട് അവരുടെയൊക്കെ നഷ്ടപ്പെടുന്നുള്ളൂ. ഒരു പാർട്ടിക്കാരുടെ നഷ്ടപ്പെടുന്നില്ല, ഒരു സഹാക്കന്മാരുടെ നഷ്ടപ്പെടുന്നില്ല. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും എല്ലാം നശിച്ചിറങ്ങി ഇപ്പോഴും പറഞ്ഞ് 6 മാസം കൊണ്ട് ഒരു പ്രയോജനം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന് ജനങ്ങൾ വലയുകയാണ്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇവരിപ്പോ മുഖ്യമന്ത്രി ഇപ്പോഴും നിയമസഭയിൽ പറഞ്ഞു, ഈ ചാനൽ ഞാൻ കേട്ടതാണ്, പോലീസുകാരങ്ങനൊന്നും അതിക്രമം കാണിക്കത്തില്ലെന്ന്. അവർക്ക് എന്തും ചെയ്യാം. എന്ത് കാണിച്ചാലും അവർ അതിക്രമം കാണിക്കും, അവർ ഫുൾ സപ്പോർട്ട് കൊടുക്കും. പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു ധാരണയുണ്ട്, ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു കുണ്ടികുലിക്ക് പക്ഷി എന്ന് പറയും. അത് ഇരുന്ന് അതിന്റെ സ്വഭാവം കുലിക്ക് ഇങ്ങനെ കുലുങ്ങും അത്. പക്ഷെ അതിന്റെ ധാരണ എന്താ പറയാ, ഞാൻ ഇരുന്നിട്ട് എന്റെ ഭൂമിയുടെ ഭാരം കൊണ്ട് ഞാൻ കുലുങ്ങുന്നതാണെന്നാണ്. പക്ഷെ അത് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതെല്ലാം ഇന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഈ പാവപ്പെട്ടവനെ ഇപ്പൊ ഈ സിൽവർ ലൈൻ കൊണ്ട് ആർക്കാണ് പ്രയോജനം? വലിയ വൻകിട മുതലാളിമാർക്ക്. സാധാരണക്കാരന് എന്താണ് പ്രേക്ഷകൻ കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ, ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നോക്കൂ, നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം ഇന്ന് ലോകമെമ്പാടും കാണുന്ന വികസനങ്ങൾ ജനങ്ങളുടെ സൗകര്യാർത്ഥം ധാരാളം നമ്മളുടെ പൂർവികർ ഇതുപോലെ വിട്ടുകൊടുത്തവരാണ്. അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ലാതെ നമ്മൾ മനുഷ്യോൽപ്പത്തിയുടെ കാലം തൊട്ട് എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഇന്ന് കാണുന്ന വികസനമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതൊരു പ്രക്രിയയാണ്. കാലം മാറുന്നതിനനുസരിച്ച്, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിഷയം സിൽവർ ലൈൻ വേണോ വേണ്ടയോ അല്ലെങ്കിൽ വികസന പദ്ധതി വേണോ എന്നുള്ളതല്ല, പ്രതിഷേധങ്ങളെ സർക്കാർ നേരിടേണ്ടത് ഇത്തരത്തിലാണോ എന്നുള്ളതാണ്. ഒരു വലിയ ആൾക്കൂട്ടം വരുന്ന സമയത്ത് യാതൊരു ഒരു പോലീസുകാരും നമ്മളെ പോലെ മനുഷ്യരാണ്. കുട്ടിയെ ഉപദ്രവിക്കുക ഒന്നും ചെയ്ത് വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ ആൾക്കൂട്ടം ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുട്ടി കൈവിട്ടു പോകുകയൊക്കെ സ്വാഭാവികമാണ്. ആരാണിത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ പ്രതിപക്ഷം അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത കാരണം എടുത്തു വെക്കുന്നതല്ലേ ഇതെല്ലാം.
ഈ സർക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് രക്ഷിച്ച ഒരു സർക്കാർ പിണറായി പറഞ്ഞിട്ടാണോ പൊടി കുത്തി തറയെ വീഴുന്നത്? ഇതൊക്കെ ഒരു ഒഴിപ്പിക്കലിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. പ്രതിപക്ഷത്തിന് വേറെ പണിയില്ല. നാട്ടിൽ വികസനം വേണ്ടേ? ജനങ്ങൾക്ക് സഞ്ചരിക്കണ്ടേ? ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാം ഈ വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നമ്മളെ പൂർവികർ വിട്ടുകൊടുത്തതാ. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ വിട്ടുകൊടുക്കണം. ഇതൊരു പ്രക്രിയയാണ്, ജീവിതചക്രത്തിലെ ഒരു പ്രക്രിയയാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ടെങ്കിലേ പറ്റൂ. വികസന കാര്യം ഉൾക്കൊണ്ടെങ്കിലേ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഗുജറാത്ത് വികസനമാവാം, അഹമ്മദാബാദിലാവാം, ഡൽഹിയിൽ വികസനമാവാം. ഇവിടെ കേരളത്തിൽ ഇതൊന്നും പാടില്ല എന്നുള്ള ഒരു വിഭാഗം മനുഷ്യരുടെ ഒരു ഈഗോയാണത്. ഇടതുപക്ഷം ഭരിക്കുന്നത് വികസനം പാടില്ല, ഇത് മാറിയെങ്കിൽ പറ്റി എന്ത് വില കൊടുത്ത് ഇത് നാട്ടിൽ വികസനം വേണം. ഇന്ന് കാണുന്ന എയർപോർട്ട് പണ്ട് വിമാനത്താവളം വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞ കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് വിമാനത്താവളം ഉപയോഗിക്കുന്നത്. വിദേശത്ത് പാവങ്ങൾ ജോലിക്ക് വേണ്ടി ആണ് വിമാനത്താവളം ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വെറുതെ വെറും ചാപല്യങ്ങൾ പറയത്തിൽ മാത്രമാണ്. ഇതിലൊന്നും ഒന്നും നിൽക്കാൻ പോകുന്നില്ല. സിൽവർ ലൈൻ വന്നാൽ പാവങ്ങൾക്കും സാധാരണക്കാരനും വേണ്ടിയിട്ട്. ഞാൻ ദേശീയപാത എടുത്ത് ചാത്തന്ന് താമസിക്കുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് എന്തോ ഒരു ദേശീയപാത സംരക്ഷണ പാറമെന്നും പറഞ്ഞ് എന്തൊരു സമരമാണെന്നറിയാമോ? ഇപ്പൊ ഒരു സമരമില്ല. കാരണം എന്താ? ഒരു സെന്റിന് സാധാരണ നിലയിൽ കിട്ടിയ 10 ലക്ഷം കിട്ടുമെങ്കിൽ അവർക്ക് കൃത്യമായ ഉറപ്പ് കിട്ടിയാൽ ഞങ്ങളുടെ ഭൂമിക്ക് നല്ല വില കിട്ടും, ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടാൽ പകരം അതിന് നഷ്ടപരിഹാരം മാന്യമായി കിട്ടും എന്നൊരു ഉറപ്പ് അവർക്ക് കിട്ടിയാൽ അത്തരം ചർച്ചകളിലൂടെ പദ്ധതി നടപ്പാക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ദേശീയപാത എടുത്തപ്പോഴെങ്ങനെ ഞാൻ ചാത്തൂർ താമസിക്കുന്ന വ്യക്തി ഇവിടെ പൊളുപ്പ് ഇറങ്ങിയ ദേശീയപാത എടുത്തപ്പോഴും ഇതുപോലെ സംശയമായിരുന്നു, കൊടുത്തില്ലേ? അതുകൊണ്ട് സംശയം പരിഹരിച്ചതുപോലെ ഇതും പരിഹരിക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും പരിഹരിക്കും. നമുക്ക് കേരളത്തിൽ കമ്മട്ടമില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കായംകുളത്ത് നിന്നും കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ, താങ്കൾ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏത് വികസനത്തിന്റെ പേരിലായാലും ജനങ്ങളോട് ഇങ്ങനെയാണോ ഒരു പോലീസ് സംവിധാനം ബിഹേവ് ചെയ്യേണ്ടത്? അവരെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വലിച്ചിഴക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ആർക്കും ഉണ്ടാവില്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങി എത്തിയിട്ട് ഇപ്പൊ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തുകയാണ് ഇതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അധികാരത്തിന്റെ ഈ ധാരണ ഉപയോഗിച്ചുകൊണ്ട്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കാസർഗോഡ് നിന്നും ജിജോയാണ്. ജിജോ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് വെച്ചാൽ ഇതിന് മുൻപ് നേരത്തെ സംസാരിച്ച വ്യക്തിയല്ല, അതിന് മുമ്പേ വിളിച്ച ഒരു വ്യക്തി പറയുന്നുണ്ട് ഇതെന്താ പ്രക്രിയയാണ്. എന്ത് പ്രക്രിയ? അയാളുടെ വീടിന്റെ സൈഡിൽ കൂടെ ആ പറമ്പിൽ കൂടെ അയാൾക്ക് കുടിയിറക്കം ഭീഷണിപ്പെടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഭീഷണിപ്പെടുന്നവരല്ല ഇതിന് തടസ്സം വെക്കുന്നത്. ഇവർക്കൊന്നും അനുഭവിക്കാത്തത് കൊണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പേ പലയിടത്തും കുടിയിറക്ക് നടന്നിട്ടുണ്ടല്ലോ, അവർക്കെല്ലാം ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതാണ് സംശയം വരുന്നത്. ഇതിനു മുമ്പേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഉരുളുപൊട്ടൽ വന്നു, അവിടെ ഇതുവരെയായിട്ട് അവർക്കൊരു പരിഹാരം കണ്ടിട്ടില്ല. പിന്നെയാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരെ ഇത്രയും കണക്കിന് ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ഈ ഗവൺമെന്റ് അവർക്ക് വീടും സ്ഥലവും കൊടുക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം എന്താണുള്ളത്? നേരത്തെ പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ വന്നില്ലേന്ന്. ഈ ഗെയിൽ പൈപ്പ് ലൈനിന് സമരം നിന്നതാരാ? ഈ മാർക്കസ് ചേരനെയാണ് നിന്നത്. എന്റെ നാട്ടിൽ നിന്ന് മാർക്കസ് ചേരനെ നടത്തുന്നത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊച്ചിയിൽ നിന്നുള്ള ബിജു ആണ്. ബിജു, താങ്കൾ രാവിലെ നടന്ന സംഭവങ്ങളും ഇപ്പോഴും അതിന്റെ തുടർച്ചയും എല്ലാം കാണുന്നുണ്ടാകുമല്ലോ. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? ശ്രീ ബിജു, പറയാം. മറ്റു പ്രേക്ഷകരുണ്ട്, കോയമ്പത്തൂരിൽ നിന്നും രമണനാണ്. ശ്രീ രമണൻ, പറയാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇത്രയും ധൃതി പിടിച്ച് ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഭാഗത്ത് ജനങ്ങളുടെ എതിർപ്പ്, മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരവ് ഇനിയും വരാനുണ്ട്. അതിലുപരിയായിട്ട് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഭാവിയിൽ നല്ല നമുക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികളൊക്കെ ആയിരിക്കാം, ശരിയാണ്. പക്ഷെ ഇന്നത്തെ ഈ കേരളത്തിൽ ഇത്രയും ജനങ്ങളൊക്കെ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഇതൊക്കെ പല കഷ്ടതകളൊക്കെ ഉണ്ട്. അതിനിടക്കൂടി ധൃതി പിടിച്ചത് നടപ്പാക്കണം എന്നുള്ളതാണെന്ന് ഒരു പരിശോധന നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നാളെ ഈ പദ്ധതി നടപ്പാക്കേണ്ടതാണെങ്കിൽ ഒരു ദിവസം മുമ്പേ പദ്ധതി നടപ്പാക്കുന്നത് തന്നെയല്ലേ നാടിന് നല്ലത്? നാടിന് നല്ലതാണ് സാർ. എങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയും മറ്റുള്ള പ്രശ്നങ്ങളും കൂടിയൊക്കെ കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു അനുകൂലമായ ഒരു നിലപാടൊക്കെ വരണ്ടേ ഇതിനകത്ത്. അപ്പോഴല്ലേ കുറച്ച് പദ്ധതി നടപ്പാക്കണം എന്നുള്ള അഭിപ്രായമാണ് രമണന്റേത്, കോയമ്പത്തൂരിൽ നിന്നും. മറ്റു പ്രേക്ഷകരുണ്ട്, മൂവാറ്റുപുഴയിൽ നിന്നും സജീവനാണ്. ശ്രീ സജീവൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ പദ്ധതി എന്ത് വന്നാലും നടത്തണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഗവൺമെന്റിന് കേരളത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പദ്ധതിയാണ്.
പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. പ്രതിഷേധം രാഷ്ട്രീയമായി പ്രതിഷേധിക്കുന്നതും അല്ലാതെ ആളുകളുടെ വ്യക്തിപരമായ മനോവിഷമം കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഷേധവും രണ്ടു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ട്. പക്ഷേ കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുന്നതും രാഷ്ട്രീയമായ ആളുകളുടെ രാഷ്ട്രീയമായ ഇച്ഛയുടെ ഭാഗമായിട്ട് ഉണ്ടാവണതാണ്. ശരിക്കും പോകുന്ന ആളുകൾക്ക് മടപ്പള്ളിയിൽ കണ്ട പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഭൂരിപക്ഷം പേരും നമ്മൾ കണ്ടതിൽ ഭൂരിപക്ഷം പേരും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അണികളോ ഒന്നും അല്ല, സാധാരണക്കാരായ വീട്ടമ്മമാരാണ്, വീട് നഷ്ടപ്പെടുന്നവരാണ്, ഭൂമി നഷ്ടപ്പെടുന്നവരാണ്. അതൊക്കെ ശരിയാണ്. അവർക്കെങ്ങനെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിന് വേണ്ട ഉറപ്പ് കൊടുക്കും. പിന്നെ നമുക്ക് പല ആളുകളും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല സംഗതികളും ഇതുപോലെ പല ആളുകളുടെയും നഷ്ടപ്പെട്ടതല്ലേ. അതെ, അല്ലാണ്ട് ഇതൊന്നും ഈ പറഞ്ഞ ആളുകൾ ഇപ്പൊ അവര് നടന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ അവർ വരുന്ന വാഹനം, അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും അവരുടെ ഇതുപോലെ ഇതിനു മുമ്പ് പല ആളുകളുടെ നഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ നമ്മുടെ ആരുടെയെങ്കിലും നഷ്ടപ്പെടാതെ നമുക്ക് വേറെ ഒന്നും കിട്ടാൻ കഴിയില്ലല്ലോ, നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതെ, അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണ്ട ഇത്തരം പദ്ധതികൾ നടപ്പാക്കേണ്ടത്. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള വിശ്വാസം അവർക്ക് എന്താണോ കൊടുക്കേണ്ടത്, ഏതെല്ലാം ആരാണ് കൊടുക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി എത്രയോ വട്ടം നിയമസഭയിൽ പറഞ്ഞു, പൊതുവേദിയിൽ പറഞ്ഞു, പല സ്ഥലങ്ങളിൽ പറഞ്ഞു. എന്താണ് ഇനി അവർക്ക് കൊടുക്കേണ്ട ഉറപ്പ്? നിങ്ങൾ മാധ്യമങ്ങൾ പറയാ ഇനി അവർക്ക് ഏത് തരത്തിലുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രി കൊടുക്കേണ്ടത്? ഇപ്പൊ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് മാധ്യമങ്ങളുടെ അഭിപ്രായം എന്താ? മാധ്യമങ്ങളാണല്ലോ ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യണേ. ഈ ആളുകൾക്കിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാന സംഗതി മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ പറയട്ടെ, ഇനി ഏത് തരത്തിലുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രി കൊടുക്കേണ്ടത്? ഈ മുഖ്യമന്ത്രി പറഞ്ഞതും സർക്കാരിന്റെ തീരുമാനങ്ങളുമെല്ലാം നമ്മൾ തന്നെയാണ് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്, നമ്മളത് നിരന്തരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലപാടിൽ ബോധ്യം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ നഷ്ടം വരുമെന്ന് തോന്നുന്നവരായിരിക്കുമല്ലോ ചിലപ്പോൾ ഈ സമരത്തിന് ഇറങ്ങുന്നത്. സർക്കാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയൂ, മാധ്യമങ്ങൾ പറയൂ, എന്ത് തരത്തിലുള്ള ഉറപ്പാണ് ഇപ്പൊ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്? മുഖ്യമന്ത്രി ഇപ്പൊ കൊടുത്തത് കൂടാതെ ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് തരത്തിലുള്ള ഉറപ്പാണ്? രേഖ ഒപ്പിട്ട് കൊടുക്കണോ? ഇപ്പൊ പറ്റുമോ? അതിന് പറ്റുമോ? ഭൂമി കല്ലിടുക എന്ന് പറഞ്ഞാൽ ഇത് ഏതിലാണ് പോകുന്നത്, ആരുടെ ഭൂമിയാണ് എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ കല്ലിടണേ. ഈ ഭൂമി എവിടെ ഇപ്പൊ എന്റെ പറമ്പിലൂടെ പോകണ്ടെങ്കിൽ എന്റെ എത്ര ഭൂമി പോകും എന്ന് ഈ ആളെ എങ്ങനെ ബോധ്യപ്പെടുത്തും? അല്ലാതെ ഈ ആളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണമല്ലോ അയാളുടെ ഭൂമിക്ക് വില പറയാനും ചെയ്യാനും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള മനോജാണ്. ശ്രീ മനോജ്, താങ്കൾ ഇന്നത്തെ സംഭവങ്ങൾ കണ്ടു കാണുമല്ലോ, ഇങ്ങനെയാണോ പ്രതിഷേധങ്ങളെ നേരിടേണ്ടത്? അത് സാറേ, ഞാൻ സംഭവം ഇങ്ങനെ നിങ്ങളുടെ ടി വിയിൽ നോക്കി ലൈവായിട്ട് കണ്ട ഒരാളാണ്. എനക്കെന്ന് പറയാനുള്ളത് വെച്ചാല് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്ത് മരണം ഭരിച്ചിട്ട് അവരെല്ലാം ചിന്തിച്ചെന്താണ്, നമ്മൾ ഭരിച്ചാലും നാളെ നമ്മളെ പിന്തുടർന്ന് വരുന്ന ഒരു ജനതക്ക് നല്ല ജീവിതം കിട്ടണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് മരിച്ചു കൂട്ടർക്ക് മാത്രമാണോ സാർ ഇന്ന് നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നതിൽ എത്ര ആളുകൾ ജീവിതായം ചെയ്തിട്ട് അതിന്റെ അടുത്താണ് കണ്ണൂർ വിമാനത്താവളം. അപ്പൊ അനക്കാ മേഖല അറിയാം. എന്താണെന്ന് വെച്ചാല് അന്ന് എന്ന് പറഞ്ഞാല് കുറുക്കം കൂടുന്ന കാടേന്. അപ്പൊ എല്ലാവർക്കും എന്ന് പറഞ്ഞാല് അടിസ്ഥാനപരമായിട്ട് അത് ബന്ധിച്ച വികസനത്തിലേക്ക് നിങ്ങൾ ആടെയെല്ലാം ഓടിട്ടിട്ടു കൂരയിൽ ജീവിച്ച കൂട്ടിരുന്നില്ലേ? നമ്മൾ മറ്റൊരു റോഡ് സൈഡിന്റെയിലോട്ട് പോകുമ്പോൾ കാണും 2 നില മണിമാളികയും വെച്ച് 50 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ആയിട്ടില്ല സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നവര്. വികസനം വരണം സാറേ, വികസനം വന്നില്ലെങ്കിൽ എന്നാ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ടൂർ പാക്കേജ് ആന്ധ്രയിലേക്ക് പുറപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ ആടെയുള്ള മെട്രോ സിറ്റി കാണുക, ആടെയുള്ള ഇത് കാണുക, ഡൽഹി പോവുക, അടുത്ത മെട്രോ കാണുക, അടുത്ത പിന്നെ ലോട്ടസ് ടെമ്പിൾ കാണുക. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങൾ സിംഗപ്പൂർ, മലേഷ്യയിലെ സന്ദർശിക്കുക. നാട്ടിലും വരട്ടെ വികസനോ, ഇവർക്കെല്ലാം നല്ല രീതിയിലുള്ള പിന്നെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരെ മനോജ്, നമ്മുടെ വിഷയം ഈ സിൽവർ ലൈൻ വേണോ വേണ്ടയോ എന്നുള്ളതല്ല. ഈ സിൽവർ ലൈനെതിരെ ഏത് പദ്ധതിക്കെതിരെ ആയാലും ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒരു സർക്കാർ നേരിടേണ്ടത് ഈ തരത്തിലാണോ എന്നുള്ളതാണ്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുക, ഇപ്പൊ നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും ഗവൺമെന്റിൽ അധിഷ്ഠിതമാണ്. ഇന്ന് വരുമ്പോൾ നമ്മളത് മാറിക്കൊടുക്കണം. നിങ്ങളൊരു കാർ എടുക്കുന്നത്, നിങ്ങൾക്ക് കാർ എപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് പറയുന്നത് നമ്മളെ ആവശ്യത്തിന് കാർ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർ വിട്ടു കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ ഞാൻ വിട്ടേരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ ലീഗലായിട്ടുള്ള നടപടി എടുക്കും. അതെല്ലാം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പാലയിൽ നിന്ന് ഉമേഷാണ്. ഉമേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, ഇപ്പൊ ഈ CPM-ന്റെ അനുഭാവികളെല്ലാം ഈ സമരത്തെ എതിർത്താ പറയുന്നത്. സാറേ, ഓർത്ത് നോക്കണം, ഈ സമരം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് മറ്റേ ഗെയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ നടത്തിയ അക്രമവും അനീതിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ സാറേ. അപ്പൊ ഇതിനെ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവര് നന്ദിഗ്രാമിൽ എന്താ ചെയ്തത്? നന്ദിഗ്രാമിൽ ഇതുപോലെ ചെയ്താണ് ഇവർ. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന തനി പോലീസുകാരല്ല, DYFIയുടെ ഗുണ്ടകളും പിന്നെ DYFIയുടെ ആൾക്കാർ പോകുന്നു. CPM-ന്റെ ആൾക്കാരെയൊക്കെ AKG സെന്ററിൽ നിന്ന് കാക്കിയിട്ട് പിടിപ്പിക്കുന്ന ഇവരുടെ നെയിം സ്ലിപ്പ് അത് നോക്കി കണ്ടുപിടിച്ചാൽ കറക്റ്റ് ആയിട്ട് അറിയാം ഇത് യഥാർത്ഥ പോലീസുകാരല്ല ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എത്രയോ തവണ ഇങ്ങനെ ഉണ്ടോ സംഭവിച്ചിട്ടില്ലേ? ഒരു പോലീസുകാരനെ പണ്ട് പിടിച്ചതല്ലേ, അവൻ 2 ദിവസം കഴിഞ്ഞപ്പോ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ.
ഇത് സംഭവിച്ചിരിക്കും നന്ദിയാഗ്രാമം പോലീസുകാർക്ക് ചിലപ്പോൾ രാഷ്ട്രീയക്കാട്, പക്ഷേ രാഷ്ട്രീയക്കാരെ പോലീസുകാരുടെ വേഷം കെട്ടിച്ച് വിടേണ്ട അവസ്ഥയൊന്നും കേരളത്തിൽ എന്തായാലും ഇല്ലല്ലോ. അയ്യോ ഇതല്ല, ഇതിനപ്പുറം ചെയ്തായി. നന്ദിയാഗ്രാമൊക്കെ അറിയാലോ, ഒരു 10 സംസ്ഥാനം പരിച്ച് കുടിച്ച് കുട്ടത്താറ് ആക്കിയിട്ടല്ല ഈ അനുഭവിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മലപ്പുറത്ത് നിന്ന് ഉണ്ണിയാണ്. ഉണ്ണി, താങ്കൾക്ക് പറയാം. അതെ, ഇത് ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ പദ്ധതിയെ കുറിച്ചല്ല ഉണ്ണി ചർച്ച. നമ്മള് ഒരു സമരം ജനങ്ങൾ ഉയർത്തി, ജനങ്ങൾക്ക് മണ്ണ് പോകുന്നവന്, അവന്റെ വീട് പോകുന്നവന് അവന്റെ പ്രതിഷേധം ഉയർത്തി. അപ്പോൾ ആ പ്രതിഷേധത്തെ നേരിടേണ്ടത് ഇത്തരത്തിലാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സർ, ഇതൊരു വലിയൊരു പദ്ധതിയാണ്. മുഖ്യമന്ത്രി ഒരുപാട് തവണ സഭയിലല്ലാതെ സംസാരിച്ചതാണ്, പുറത്തും സംസാരിച്ചതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു ഇത് വേണ്ടേ? ഇതൊരു കോൺഗ്രസിന്റെ കുറച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ അണിനിരത്തി കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഒരു നാടകമാണ്. പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ, ഈ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ വീടെടുത്താൽ ഞങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം കിട്ടും, ഞങ്ങൾക്ക് പകരം എന്ത് നൽകും എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിഷയം. അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനല്ലേ? ഒരുപാട് തവണ പറഞ്ഞു, ഇവരോടെല്ലാം പൊതുവേദിയിലും സഭയിലും എല്ലാം പറഞ്ഞില്ലേ? ഇതെല്ലാം പറഞ്ഞു കേട്ടല്ലോ. ഇനിയും ജനങ്ങളെ ഒരു നല്ലൊരു പദ്ധതി വരുമ്പോ അതിനെ എതിർത്താൽ നമ്മളെ കേരളം എങ്ങനെയാണ് പോവുക? ശരി, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മള് പിന്നെ ദേശീയപാതയ്ക്ക് എത്ര സമരങ്ങളാണ് നടന്നത്? അവർക്കെല്ലാം വേണ്ട പോലെയുള്ള സഹായം ഗവൺമെന്റ് ചെയ്തിട്ടില്ലേ? ദേശീയപാതയ്ക്ക് ഭൂമി വിട്ടുകൊടുത്താൽ മാന്യമായ വില കിട്ടുമെന്ന് വന്നതോടുകൂടി എതിർപ്പെല്ലാം മാറി ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായല്ലോ. ഇതും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശരി, ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. ശരി, നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള. കേരളിനെതിരെ കോട്ടയത്തെ മടപ്പള്ളിയിൽ നടന്ന സമരത്തെ പോലീസുകാർ നേരിട്ട രീതിയെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ജനകീയ സമരങ്ങളെ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്നാണ് നമ്മുടെ വിഷയം. നമ്മൾ പ്രതികരിക്കാനെത്തുന്നത് മടപ്പള്ളിയിൽ നിന്നും അന്നമ്മയാണ്. ഇങ്ങനെ ഒരു സമരത്തെ ഈ തരത്തിലായിരുന്നോ ഒരു സർക്കാർ നേരിടേണ്ടിയിരുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലും ഈ മാതിരിയിലുള്ള ഒരു തീരുമാനമല്ല സർക്കാർ എടുക്കേണ്ടത്. ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഈ പാവങ്ങളെ, കുഞ്ഞുങ്ങളെയും വലിച്ചഴിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടാണ് ഈ കേരളിന് അനുകൂലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു ശരിയായ രീതിയല്ല ഈ കാണിക്കുന്നത്. ആർക്കാ ഇവിടെ കാസർഗോഡ് വരെ പോകേണ്ടത്? എത്ര പേര് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയി? ഈ കേരളയിൽ തന്നെ അനാവശ്യമായ ഒരു പരിപാടിയാണ്. ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ കാര്യങ്ങള് ലൈഫ് പദ്ധതികളൊക്കെ തുടങ്ങിയത് പൂർത്തിയാക്കാൻ കിടക്കുന്നു. എത്രയോ പരിപാടികൾ തുടങ്ങിയത് പൂർത്തിയാക്കാൻ കിടക്കുന്നു. എല്ലാം പോട്ടെ, ഈ ഉക്രൈനിൽ പോയി പഠിക്കേണ്ട നമ്മുടെ വിഷയം ഈ പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ളതല്ല. ജനങ്ങൾ ഈ തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒരു സർക്കാർ നേരിടേണ്ടത് ഈ തരത്തിലാണോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരിക്കലും ഈ രീതിയിലല്ല. ഇത് ഗുണ്ടകളെ ഇറക്കിയാണ് ഇവര് പോലീസ് ഡ്രസ് ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. പലരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസുകാരല്ല ശരിയായിട്ട്. എന്തായാലും കേരളത്തിൽ അങ്ങനെ എനിക്ക് അധികാരം ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് എന്തായാലും കേരളത്തിൽ പോലീസുകാർക്ക് പകരം മറ്റുള്ള ആൾക്കാരെ പോലീസ് വേഷം കെട്ടി ജനകീയ സമരത്തെ നേരിടാൻ ഇറക്കാറില്ല. ഈ വീഡിയോയും എല്ലാവരും അതെല്ലാം ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഒരു സർക്കാരും ചെയ്യില്ല. അല്ല, മാധ്യമ പ്രവർത്തകർ കസേരയിൽ ഇരുന്നാ പോരാല്ലോ. ഞങ്ങളുടെ ഇടയിലൊക്കെ ഇവിടെ ഇവര് വന്നിട്ട് ഞങ്ങൾക്ക് എന്നും കാണാവുന്ന ആൾക്കാരാണ് ഈ പോലീസ് ഡ്രസ് ഇട്ടോണ്ട് ഇവിടെ ഈ രീതി പ്രവർത്തിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയും ഈ സ്ത്രീകളെയും ഒക്കെ എന്ത് പ്രയാസത്തോടു കൂടിയാണ് വലിച്ചടിക്കുന്നത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ആർക്കെങ്കിലും അതിനൊരു ദയനീയത തോന്നുന്നുണ്ടോ? ആ കുഞ്ഞിന്റെ മനസ്സിൽ പൂർണ്ണമായും ശരിയാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കരച്ചിൽ തന്നെയാണ്. അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഈ നേതാക്കന്മാരുടെയൊക്കെ ഹൃദയം കല്ലായി പോയോ? എന്തിനാ ഇത് ഉണ്ടാക്കുന്നത്? ഈ പാവങ്ങളെയൊക്കെ വീടുകളും സ്ഥലങ്ങളും വെട്ടിമുറിച്ച് 2.5, 1.5, 3 സെന്റൊക്കെ ഉള്ള പാവങ്ങളെ വെട്ടിമുറിച്ച് ഇവരെന്തോ ഉണ്ടാക്കാനാണ് ഇവിടെ പോകുന്നത്? എന്തോ ഉണ്ടാക്കിയത് ഈ സർക്കാർ ഇവിടെ? ഇതൊന്നും അല്ല. ശരി, താങ്കളുടെ പ്രതിഷേധം മനസ്സിലാവുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസാദാണ്. പ്രസാദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ചങ്ങനാശ്ശേരി അല്ല, ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പ്രസാദ് പറയൂ. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ പോലീസ് കാണിച്ചത് വെറും കാട്ടുനീതിയാണ്. കാരണം 5 or 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയെ, പെറ്റ തള്ളയെ അതിന്റെ മുന്നിലൂടെ വലിച്ചിഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. റെയിൽ വന്നോ വന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പെറ്റ തള്ളയെ കൊച്ചു കുഞ്ഞിന്റെ മുന്നിൽ കൂടി വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് ഓരോ ചാനലിലും എടുത്തെടുത്ത് കാണിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കേരളത്തിൽ
കേരളത്തിൽ വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സ് മാറണം, മനുഷ്യനാകണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും കവിവാക്യം ഉദ്ധരിച്ച് തന്നെയാണ് താങ്കൾ പോലീസിനോടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. കൊള്ളാം. നമ്മുടെ വിളിച്ച പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഈ പദ്ധതി അനുകൂലിച്ചും പറഞ്ഞ അവർ വിഷയത്തിൽ നിന്ന് മാറിയാണ് സംസാരിച്ചത്. പക്ഷേ ഭൂരിഭാഗം പേര് സംസാരിച്ചത് പോലീസ് ഇത്തരത്തിലല്ല സമരങ്ങളെ നേരിടേണ്ടത്. സിൽവർ ലൈൻ അല്ല, ഏത് പുതിയ പദ്ധതി വന്നാലും എതിർപ്പ് സ്വാഭാവികമാണ്. നാടിൻ്റെ വികസനത്തിന് പദ്ധതി അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ പ്രതിഷേധക്കാരെ കൂടി ബോധ്യപ്പെടുത്തി വേണം പദ്ധതി നടപ്പാക്കാൻ. പോലീസ് ബലം പ്രയോഗം കൊണ്ട് സാധാരണക്കാരുടെ സമരങ്ങളെ അടിച്ചമർത്തിയല്ല പദ്ധതികൾ നടപ്പാക്കേണ്ടത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാവണം ഏത് പദ്ധതിയും നടപ്പാക്കേണ്ടത്. ആ ബോധ്യപ്പെടുത്താൻ മനസ്സിലാവുന്ന ജനങ്ങൾ കൂടിയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ ദേശീയപാത വികസനത്തിലടക്കം അത് കണ്ടതാണ്. എന്തായാലും ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം മറ്റു വിഷയമായി.